ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടൈപ്സ്. അതെ, നമ്മുടെ വാട്ട്സ് അറൗണ്ട് ബാംഗ്ലൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എവിടെയുള്ളത്? എത്തിയിട്ടില്ല. ഹൊഗനക്കൽ. യെസ്, ഹൊഗനക്കൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് 130 കിലോമീറ്ററേ ഉള്ളൂ. നല്ല അടിപൊളി കാട്ടുകൂടുള്ള ഡ്രൈവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹൊഗനക്കലിന്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, പോവാം. യെസ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് വാട്ടർഫോൾസ് ആണ് ഹൊഗനക്കൽ വാട്ടർഫോൾസ്. ഇത് തമിഴ്നാടിന്റെയും കർണാടകയുടെയും ബോർഡറിലായിട്ടാണ് വരുന്നത്. സത്യമംഗലം കാട്ടിലൂടെ ഒഴുകി വരുന്ന കാവേരി നദിയിൽ മൊത്തം 36 വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 121 കിലോമീറ്റർ ആണ് ഹൊഗനക്കലിലേക്കുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒസൂര് വഴി തമിഴ്നാട് കയറി തമിഴ്നാടിന്റെ ഉള്ളു ഗ്രാമം കൂടെ പോയിട്ടാണ് ഹൊഗനക്കലിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? നമ്മൾ കർണാടക തമിഴ്നാട് ബോർഡർ, അത്തിബല്ലയിൽ നിന്ന് കർണാടക തമിഴ്നാട് ബോർഡർ എത്തി. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുന്നു. നല്ല ലോറി കിടക്കുന്നത്. ഇത് മറ്റേ കാറ് കൊണ്ടുപോണ വണ്ടികളല്ലേ? ஆமா, கார் தான். பாரு, காரு அப்படி தான் இருக்கு. இது டாடா பிளான்ட் இருக்குன்னு நினைக்கிறேன். ஆமாவா? ஆமா, இது டிவிஎஸ். சாரி, டிவிஎஸ் ஓட பிளான்ட். டிவிஎஸ் பிளான்ட். இது சுந்தரம் கிளைட்டன். தான் ஏதோ ஒரு பிளான்ட் நினைச்சிட்டு இருந்தேன். டாடா இனிமே தான் வரப்போகுது. ஓகே ஓகே. இதுக்கு புதிய வந்தாலே ஒசூர்ல இது ரொம்ப ரொம்ப வரிசா இருக்கு. ஆமா, ஒசூர் ஃபுல்லா டிவிஎஸ் தான். ஆமா, அதான் டிவிஎஸ் தான். ടിവിഎസിന്റെ പ്ലാന്റ് അല്ലേ? അപ്പൊ നമ്മള് എവിടെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിക്കാണ്. ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര ഉണ്ടാക്കിണ്ടായിരുന്നു, പക്ഷെ ഞങ്ങക്ക് അപ്പൊ കുറച്ചുകൂടി വിശന്നു. അപ്പൊ നമ്മള് വീണ്ടും ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം. എന്തൊക്കെയാ പറഞ്ഞേക്കണേ? நம்ம இங்க சாப்பிட வந்திருக்கோம். சாப்பிடறதுக்கு என்ன சொன்ன, ரெண்டு பிளெயின் தோசை, ஒரு பிளெயின் ரோஸ்ட், நான் எனக்கு ஸ்பெஷல் 2 கல் தோசை சொல்லியிருக்கேன். ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഓക്കെ ഓക്കെ. കൂടെ ഇനീഷ്യലി കിട്ടിയ ഒരു ചമ്മന്തി സൂപ്പർ ആയിരുന്നു, പക്ഷെ കുറച്ച് കിട്ടിയുള്ള പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ തമിഴ്നാടിന്റെ ഗ്രാമകാഴ്ചകളിലൂടെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. സഞ്ചാരം ടീക്ക് ചെറിയ സന്തോഷ് ജോർജുകളൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടീക്ക് കല്യാണ ചെക്കനുണ്ട്, എല്ലാരും ചൊല്ലണ കല്ലാണി നെഞ്ചിലാണ്. ടീക്ക് നമ്മൾ ഇന്നെങ്ങനെ എത്തും അവിടെ? ഇന്നെങ്ങനെ ഇട്ടുള്ളൂ. ഞങ്ങള് ഭയങ്കര സ്ലോ മോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. We are enjoying the drive. Nice weather. നിങ്ങൾക്ക് കാണാതെ നല്ല കാറ്റുണ്ട്, നല്ല ക്ലൗഡ്സ് ഉണ്ട്, നല്ല പമ്പിലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വാഷ്റൂം ഉണ്ട്. ഞങ്ങൾ വാഷ്റൂം പോകാൻ നിർത്തിയതാ. നീറ്റ് വാഷ്റൂം. പേരും പാപക്കരണിയെ പകലിൻ വെളിയിൽ എരിയും നീ വേണ്ട ശുക്രനെ എതിരിയായിരം എരിയും. സോ നമ്മളൊരു ചെറിയൊരു ഫോറസ്റ്റ് റോഡില്ലേ, എന്താ പറയുന്നേ, ഒരു ചെറിയൊരു ഫോറസ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ്? കാവേരി നോർത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓ, ജീപ്പ് സഫാരി ഉണ്ടോ? വേറെ ലെവല് റൂട്ടല്ലേ? വാ, കൊറേ മങ്കീസ് ഉണ്ട്. നല്ല കിടില റോഡല്ലേ? യെസ്. ഇനി ഈ റോഡ് കുറച്ചധികം കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ആക്ച്വലി ഹൊഗനക്കൽ ഫാൾസിലേക്ക് പോകുന്നത് കുറച്ചധികം ഫോറസ്റ്റ് കൂടെയാണ്. റോഡ് ഇത്ര രീതി തന്നെ ഉള്ളൂ. അപ്പോ എല്ലാരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാ വരുമ്പോ.
നിറയെ കുരങ്ങന്മാരുണ്ടല്ലോ ഇവിടെ. ഫുൾ ഫാമിലി. പേന നോക്കുന്നു. മറ്റേ മടി കയറി ഇരുന്നിട്ടേ ഞാനും ഉണ്ട്. അപ്പൊ നമ്മള് ഓൺ ദ വേ ടു ഹൊഗനേക്കൽ. അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് അവിടെ വന്ന് നിർത്തി. നമ്മള് ഡ്രൈവ് ചെയ്തിട്ട് അല്ല ഇരുന്നിരുന്ന് യാത്ര ചെയ്ത് എല്ലാവർക്കും ടയേർഡായി. നല്ല കാറ്റുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോ നല്ല വെയിലായിരുന്നു. നമ്മളെവിടെ ഇറങ്ങിയില്ല. ചിത്തുന്റെ ഉടുപ്പ് പാരച്യൂട്ട് പോലെ പോകും കൂടെ ഇറങ്ങിയിട്ട്. ഞാനും പാരച്യൂട്ടും കൂടെ പറന്നു പോകുന്നു. നമ്മള് ബന്ദിപ്പൂർ പോലെ തന്നെയുള്ള ഒരു റോഡല്ലേ. அதிகம் நல்ல வைடரா இருக்கும். இது ചെറുത് டென்ஸா இருக்கு லைட்டா. ഫോറസ്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഹൊഗനേക്കൽ വാട്ടർഫോൾ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ചെറിയൊരു സ്റ്റോപ്പ് എടുത്താണ്. ഇവിടെ ഇങ്ങനെ കാവേരി റിവർ ഇങ്ങനെ പരന്നൊഴുകുന്നത് കേട്ടോ. ഇവിടെ അത് ഫോറസ്റ്റ് ഏരിയ ആണ്. പെർമിഷൻ റോഡ് സൈഡിൽ വണ്ടി നിർത്താനൊന്നും പെർമിഷൻ ഇല്ല. അപ്പൊ ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഫോറസ്റ്റ് ഏരിയ വന്നാൽ എന്തായാലും ഫൈൻ അടിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ ഇതാണ് ഹൊഗനേക്കൽ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇവിടുത്തെ ഈ പാർക്കിങ്ങിന് ആക്ച്വലി നമ്മള് പൈസ ഇവിടെ കൊടുക്കുന്നുണ്ട്. 100 രൂപ നമുക്ക് അത് ചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോയാലാണ് നമ്മുടെ മെയിൻ വാട്ടർ പരിപാടിയൊക്കെ ഉള്ളതും ഫിഷ് മാർക്കറ്റൊക്കെ ഉള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും ஃபிஷ் வாங்க போறோம். ஃபிஷ் வாங்கி ஃப்ரை பண்ணி சாப்பிடலான்றது தான் பிளான். ஸோ அதுக்கு முன்னாடி கொஞ்சம் எனர்ஜி ஏற்றிட்டு ஜூஸ் குடிச்சிட்டு அப்புறம் போகலாம் அப்படின்றது தான் இவ ஸ்டாப் பண்ணியிருக்கேன். ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചു. ഇവിടെ നിറയെ ഷോപ്പുകളുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന പോലത്തെ കണ്ട ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ മീൻ വറുത്തത് മെയിൻ ഫേമസ് ആണ്. ഈ ഡാമിലെ ഫിഷുകളൊക്കെ ആയിട്ട് ഇവിടുത്തെ നല്ല ഫേമസ് സാധനമാണ്. ഇവിടെ അതുപോലെ തന്നെ നിറയെ ഷോപ്പുകളുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ മീനിന്റെ വറുത്തത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. വെങ്കട് എണ്ണ എഴുതിർക്ക ஒகேனக்கல் தங்களை வரவேற்கிறது. வெல்கம் டு ஒகேனக்கல். വെൽക്കം ടു ഹൊഗനേക്കൽ. ജമ്പനും തുമ്പനും. ദിസ് ഈസ് നത്തോലി. ഇവിടെ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. നമ്മള് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് മിക്കവാറും ഈ വീഡിയോസിൽ മുന്നേ വന്നിട്ടുള്ളതിൻ്റെയും ഇപ്പോഴത്തേൻ്റെയും വിഷ്വൽസ് മിക്സ് ചെയ്താൽ വിടുന്നുണ്ടാവുക. ഓക്കെ, അന്ന് നമ്മൾ വന്നതിന് പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അന്ന് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്ന് ഭയങ്കര ചൂടായിരുന്നു അല്ലേ? ചൂട് കമ്മിയുണ്ട് പക്ഷെ നല്ല തിരക്കുണ്ട്. ബോട്ടിങ് ചെയ്തായിരുന്നു. ഏതാണ്ട് 3000 രൂപയുടെ അടുത്താണ് നമുക്ക് ബോട്ടിങ്ങിന് ഇവര് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഇത് അധികം പുഴയിൽ കിട്ടുന്ന ഫിഷ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് അധികം പുഴയിൽ കിട്ടുന്ന ഫിഷ് അല്ല. ഇതൊക്കെ ഫാമിൽ വളർത്തുന്ന ഫിഷുകളാണ് കേട്ടോ. നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ വേണമെങ്കിൽ ഈ വരാലിനൊക്കെ പോലെ വളരെ റെയർ ആയിട്ടുള്ള മീനുകളെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചേച്ചിമാർ ഇങ്ങനെ വറുത്ത് തരും. നമ്മൾ ആ വരാലാണ് എടുത്തത്. ഏതാണ്ട് നമുക്ക് 600 രൂപ അതിന് ഒരു മീന് ഫുള്ള് റേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ അവർ കുക്ക് ചെയ്ത് വറുത്ത് തരും. അത് 200 രൂപ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അപ്പൊ നമ്മൾ വാങ്ങിയ മീൻ ചേച്ചിയുടെ കയ്യിൽ വറക്കാൻ കൊടുത്തു. ഇനി നമ്മള് ബോട്ടിങ്ങിന് പോവാണ്. അപ്പൊ നിങ്ങള് ബോട്ടിങ്ങിന്റെ കാഴ്ചകൾ കണ്ടിട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കേണ്ടത്. മൊത്തം 1500 രൂപയാണ് ഒരു കൊറാക്കിൽ റൈഡ്, അതായത് ഒരു കൊട്ടവഞ്ചിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അതിൽ 4 പേർക്കാണ് നമുക്ക് പോകാൻ പറ്റുക. ഇവിടുത്തെ ഒരു കോമഡി എന്താ വെച്ചാൽ ഇവിടെ ക്യാഷ് മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അവിടെ ആ ചേട്ടൻ ഇരിക്കുന്നുണ്ടല്ലേ, അവരാണ് ടിക്കറ്റ് തരുന്നത്. അവിടെ ക്യാഷ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ അടുത്ത് എവിടെയും ATM ഇല്ല. അപ്പോൾ വരുന്നവർ മാക്സിമം എന്തായാലും ക്യാഷ് എടുത്തിട്ട് വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ഇവര് 1000 രൂപയ്ക്ക് നമ്മളെ 40 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്യുക. അപ്പൊ അവർക്ക് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാഷ് ആയിട്ട് തരും. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. നമുക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടിയത്, ചിത്രക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ റിവർ ക്രോസിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് എവിടെ പോയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ടീക്കൊക്കെ അവിടെ ഷൂസ് ഒക്കെ കഴിക്കുന്നുണ്ട്.
അത് നല്ല അടിപൊളി സ്ഥലല്ലേ. ഇവിടെ ഒരു ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനായിട്ട്. ഇങ്ങനെയാണ് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ തോളില് ഈ കൊട്ടവഞ്ചിയൊക്കെ എടുത്തിട്ട് നടന്നു പോകുന്നത്. അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. ഇവര് അതിന് നടുവിലൊരു മുളയുടെ ഒരു ബാർ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഷോൾഡറില് താങ്ങിയിട്ടാണ് പോകുന്നത്. സാധനം നല്ല രസം കാണാൻ. ടീക്കയ്ക്ക് വെള്ളമില്ല എന്ന് കംപ്ലൈന്റ് ആയിരുന്നു. അവനൊരു പുഴ നിറയെ വെള്ളം കഴിച്ചടക്കാൻ പോകുന്നു. അപ്പൊ ഇതാണ് കോറൽ റൈഡിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ട്. പിന്നെ ഒന്നാമത് ഹോളിഡേയും കാര്യങ്ങളും ലീവ് സീസണും. ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ട് റൈഡ് പോകുമ്പോ ഈ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഇടയ്ക്ക് ചെക്കിങ് വരും. അപ്പോ ഇല്ലെങ്കിൽ ഇവർക്ക് ഫൈൻ ഇട്ടെന്നാ പറയുന്നത്. ഇതാണ് നമ്മുടെ ബോട്ട്, ഐ മീൻ കോറൽ റൈഡ്. കോറൽ റൈഡ് അതിന് പറയാ ചിത്ര, കോറൽ റൈഡ് എന്നല്ലേ പറയാ? കുട്ടവണ്ടി. വാവ്. അപ്പൊ ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചിയുടെ സ്റ്റാർട്ടിങ്. ഇവിടെ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ആണ്. അണ്ണാ அந்த ബ്രിഡ്ജിക്ക് എപ്പടി പോണം? அந்த பிரிட்ஜுக்கு அந்த குளிக்கல் ஃபால்ஸ் வழியா வரணும். എങ്ങ குளிக்கல் ஃபால்ஸ் வழியா வரணும். ഓ ഓക്കെ. ഇതാണ് ഇവിടെ ടോട്ടലായിട്ട് 36 വാട്ടർഫോൾസ് ആണ് ഉള്ളത്. അതിലൊന്നാണിത്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫാൾട്ടായിട്ട് ഒരുപാടുണ്ട്. ആക്ച്വലി നമ്മള് ഒഴുക്കിന് എതിരായിട്ട് തുഴയുന്നോണ്ട് ചേട്ടൻ അത്യാവശ്യം നല്ല കഷ്ടപ്പെടുന്നുണ്ട്. പാറകളുടെ ഇടയിൽ കൂടെ വെള്ളം വരുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ? இங்கதான் குளிக்கிற இடம். ഓ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ട്. എല്ലാരും കുളിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. വെള്ളം നല്ല ഫോഴ്സിലാണ് ഇറങ്ങുന്നേ. ഓ പോളി ഇത് അടിപൊളി. ഇതൊരു പോളി വ്യൂവാണ്. സൂപ്പർ. യെസ്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഫോൾസ് കഴിഞ്ഞു. ഇനി നമ്മള് ഈ ഫോൾസ് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ അധികം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒഴുക്കിനനുസരിച്ചാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കശ്മീരിലെ ദാലിലേക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞങ്ങള് ബിസ്ബറിയുടെ ഞങ്ങളുടെ സ്വന്തം ബിസ്ബറി വാട്ടർ ബോട്ടിൽ വാങ്ങി. അത് 2 ലിറ്റർ 40 രൂപ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ദാലിലേക്കിലെ മറ്റേക്ക് വരില്ലേ. ആക്ച്വലി വെള്ളം വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ട്. ആ മുകളിലൊക്കെ ചെടികളില് തുണികൾ നിൽക്കുന്നുണ്ടല്ലേ, അതുവരെയൊക്കെ വെള്ളം വരുന്നുണ്ടാവും എന്നാ പറഞ്ഞ. ഇല്ല, ரொம்ப മഴ. ഇവിടെ ഇവിടെ ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്. ഇവിടെയാണ് ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് മീൻ വറുത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ മാർക്കറ്റിൽ നിന്ന്. ഇവിടെ കാണുന്ന ഈ ഗേറ്റ് ഉണ്ടോ? ഇവിടെ കാണുന്ന ഈ ഗേറ്റ് ഇല്ലേ, ഇതാണ് ആക്ച്വലി കർണാടകയുടെ ഗേറ്റ്. നമ്മൾ വന്നത് തമിഴ്നാടിന്റെ ഗേറ്റാണ്.
വന്നത് കർണാടകയിൽ നിന്നാണെങ്കിലും കർണാടക കയറ്റി പോയി ഞങ്ങൾ കൊണ്ടുവരുന്നത്. യെസ്, സംഭവം നമ്മൾ വന്ന സമയത്ത് ഞാനത് പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് 2 റൂട്ട് കാണിച്ചായിരുന്നു. ഒരു റൂട്ട് 124 കിലോമീറ്ററും ഒരു റൂട്ട് വന്നിട്ട് 273 കിലോമീറ്ററും, ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ എക്സ്ട്രാ കാണിച്ചായിരുന്നു. അപ്പൊ നമ്മള് ഈസിയസ്റ്റ് റൂട്ടാണ് എടുത്തത്. പക്ഷെ അത് വരുന്നത് തമിഴ്നാടിന്റെ എൻട്രലാണ്. തമിഴ്നാടിന്റെ ഇതാണ് കർണാടക. കർണാടക എൻട്രി ഗേറ്റ് 254 കിലോമീറ്റർ ഉണ്ട്. ഒരു 5 hours. അവിടെ ആരും ഇല്ല പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കുറെ പേര് വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടടാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ, ഞാൻ ആദ്യം ഈ കൊട്ടത്തോണി റൈഡിന് 3000 രൂപയാണ് പറഞ്ഞത്, പക്ഷെ 1500 രൂപയല്ലേ കൊടുത്തുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇതാണ് സംഭവം. നമ്മൾ 1500 രൂപയ്ക്ക് ആദ്യം പോയ കുറച്ച് ചെറിയൊരു വാട്ടർഫോൾ ഇല്ലേ, അവിടെ വരെയാണ് നമ്മളെ കൊണ്ടുള്ളൂ. അതായത് അത് തമിഴ്നാടിൻ്റെ സൈഡാണ്. എന്നാൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പരന്നൊഴുകുന്ന വാട്ടർഫോൾ ഇല്ലേ, ഈ കാണുന്ന വാട്ടർഫോൾ, ഇത് തമിഴ്നാടിൻ്റെ സൈഡല്ല, കർണാടക സൈഡിലാണുള്ളത്. ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ബോട്ടേഴ്സിന് അലൗഡ് അല്ല. അപ്പോൾ ഇവിടേക്ക് അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന് അവർ നമ്മളിൽ നിന്ന് 1000-1500 രൂപ അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ സീസൺ അവർ നമുക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്രയായി? 3000 രൂപയായി. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വ്യൂ വാട്ടർഫോൾസ്. വാവ്, ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കണ്ടോ. അങ്ങ് ദൂരെ നിന്ന് ഇങ്ങനെ ഇതുവരെ ചെറിയ വാട്ടർഫാൾസ് ഇങ്ങനെ ഒരുപാടുണ്ട്. ആക്ച്വലി വെള്ളം ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് അതുവരെ പോയി കാണാൻ പറ്റും. അവിടെ കുറച്ച് ആൾക്കാർ കണ്ട ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ. ഒരു രക്ഷയില്ലാത്ത വാട്ടർഫോൾസ് അതാ. How is the waterfall? Waterfall was nice, but except the climate, everything. Yes. ചൂട്. എന്തായിരുന്നു പറയാനുള്ളത്? വെയിൽ ഒഴിവാക്കിയ ബാക്കിയൊന്നും കുഴപ്പമില്ല. സൂര്യനെ കുറച്ചേരെങ്കിലും മാറ്റിയെടുത്താൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു. ആക്ച്വലി നല്ല വ്യൂ അല്ലേ, സംഭവം നല്ല ചൂടുണ്ടെങ്കിലും. അങ്ങനെ വെയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുളിരാൻ വേണ്ടിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ. യെസ്. ഭയങ്കര എന്താണ് പറയാനുള്ളത്? எல்லாருக்கும் இருக்கிற சேம் ஒப்பீனியன் தான், நல்லா இருந்துச்சு. பட் கிளைமேட் தான் ரொம்ப ஹீட் இருக்கு. ஏன்னா போன் வேற ஓவர் ஹீட் ஆயிடுச்சு. அவ்வளோ ரெக்கார்ட் பண்ணியிருக்கோம். എങ്ങനെയുണ്ട്? അവர்களுடன் അത്യാവശ്യം തണുക്കുന്നുണ്ട്. நான் மட்டும் ஹாட்டாவே இருக்கேன். നല്ല ചൂടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കുളിച്ചു. ഭയങ്കര രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വന്ന്. അപ്പൊ ഫൈനലി നമ്മുടെ കൊട്ടവഞ്ചി ട്രിപ്പ് ഇവിടെ കഴിയാറായി.
നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലായിരുന്നു. കൊട്ടാക്കി ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി മീൻസ് വാട്ടർഫോൾ അടിപൊളിയായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറെ ടീമുകളുണ്ട് കാണാൻ കേട്ടോ. അതായത് ഇത് മല്ലന്മാരെന്നല്ല, ഇവർ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കും, ഫുൾ ബോഡി മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇവിടെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓയിൽ ചാടി കുളിക്കാം. ഇത് ഇവിടുത്തെ ഒരു ബിസിനസ് പരിപാടിയാണ്. കൊള്ളാം. ഇതാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയ വാട്ടർ ക്രോസ്. ഇവിടെ ഇപ്പം നല്ല വെള്ളമുള്ള സമയത്ത് അവിടെ ഇറങ്ങുന്നുണ്ടാവും അല്ലേ? ഓക്കെ, നല്ല വെള്ളമുള്ള സമയത്ത് ഡയറക്റ്റ് ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. ഇത് വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം പോയത് വാട്ടർ ക്രോസ് കഴിയുന്നത്. ഇതിൽ നമ്മുടെ ഫിഷ് തെറാപ്പി ചെയ്യുന്ന ഫിഷുകൾ കുറേ ഉണ്ട് കേട്ടോ. കാല് വെച്ചാൽ തന്നെ വന്ന് കടിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയ മീന് വെട്ടി നുറുക്കി ഒക്കെ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. ചിത്രയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചിത്ര ഹൗ ടേസ്റ്റ് ചെയ്യൂ? ചിത്ര ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എങ്ങനെയുണ്ട് സൂര്യ PS? പ്ലെയിൻ ഇറക്കുന്ന നമ്മൾ ഇറക്കുന്ന പോലല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഹൗ ഈസ് ഇറ്റ്? നല്ല ഇருக்கு. ഫിഷ് നല്ല ടേസ്റ്റാ ഇருக்கு. നമ്മൾ വാങ്ങിയത് വരാലാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, വരാല ഓൾറെഡി നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല പെടക്കുന്ന വരാലായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വാട്ടർഫോളും കൊറാക്കിൾ റൈഡൊക്കെ? ഇപ്പം നമ്മൾ പോകുന്നതേ നമ്മൾ താഴെ നേരത്തെ കണ്ടില്ലേ വാക്കിംഗ് ബ്രിഡ്ജ്, ആ വാക്കിംഗ് ബ്രിഡ്ജാണ്. ഈ കാണുന്ന സ്ഥലത്താണ് ഓയിൽ മസാജൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് കുളിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ഈ ബ്രിഡ്ജ് അങ്ങ് കയറി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെത്തും. അപ്പുറത്തെന്ന് പറയുന്നത് തമിഴ്നാടാണ്. അതായത് നമ്മൾ നേരത്തെ പോയ വലിയ വാട്ടർഫോളിലേക്ക് ഇവിടെ നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും കൊറാക്കൽ റൈഡ് എടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാവരും കൊട്ടത്തോണി റൈഡ് എടുക്കണം. എന്നാൽ അത് വേർത്താണോ എന്ന് വെച്ചാൽ 1500 രൂപ നല്ല റേറ്റാണ്. പക്ഷേ എക്സ്ട്രാ അവർ വാങ്ങുന്ന 1000, 1500, 2000 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ കൊറാക്കൽ റൈഡ് എടുക്കാനൊന്നല്ല വന്നത്, ജസ്റ്റ് ഒന്ന് റിലാക്സ് ഡ്രൈവ് ചെയ്യാനും പിന്നെ ഈ പുഴയിൽ നിന്ന് കുളിക്കാനും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് കുളിച്ച് അർമാദിക്കാൻ പോകുന്നത്. പുഴയിലധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫാണ് ഇറങ്ങാൻ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ഒരു കാര്യം മാത്രം, ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ പുഴയിൽ ഇറങ്ങുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ഇവിടെ ആളുകൾ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുകളൊക്കെ സ്ഥിരമായിട്ട് കുളിക്കുന്ന കടവൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാം. സിറ്റിയുടെ തിരക്കിൽ നിന്നൊരു സ്ട്രെസ് ബസ്റ്റർ പോലെ ഒരു ഡ്രൈവ് പറ്റിയ സ്ഥലമാണ് ഹൊഗനിക്കൽ. പിന്നെ ഇങ്ങനെ പുഴയിൽ കുളിക്കാനും കുറച്ചു നേരം എൻജോയ് ചെയ്യാനും ബെസ്റ്റ് സ്പോട്ടാണ്. നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. സമയം എത്രയായി? 6:20. എന്റെ പുറത്തെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ ടെന്റ് കേട്ടോ. നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ ടെന്റാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 1500 രൂപ എന്തോ ഉള്ളു, പക്ഷെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഈ സാധനം. അപ്പോ നല്ലൊരു സൺസെറ്റ്. വാവ്. എല്ലാരും കൂടെ കുക്കിയപ്പോ ഓടിപ്പോയി വിളിച്ചിട്ട് പോയത് മിണ്ടി പോയത്. നൈസ്. രാവിലെ തൊട്ട് ഉച്ചവരെ നമുക്ക് ദേഷ്യം വന്നു, രാത്രി വന്നു. നല്ല ചൂടായിരുന്നു ആക്ച്വലി. നല്ല ദേഷ്യം വന്നു. എനിക്കത് ക്രൗഡ് വെയിലല്ല, പക്ഷെ ഒട്ടുക ഭയങ്കര. ലാസ്റ്റ് ടൈം ഞങ്ങള് വന്നപ്പോ ലാസ്റ്റ് ടൈം ഇത്ര ഇതല്ല ഉണ്ടായേ, ഇതിലും ചൂട്. പിന്നെ ഞങ്ങക്ക് കൊറാക്കൽ റൈഡിന് പോണം. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാല് അവിടെ അതിന്റെ അകത്ത് കയറിന്നല്ല, നമ്മൾ ആദ്യം കേരളന്റെ അവിടെ പോയി അടി ഉണ്ടാക്കിയത് ഓർമ്മണ്ടാ? കേരളന്റെ അവിടെ അവർക്ക് പേയ്മെന്റ് ശരിയായില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. നമുക്കത് അറിയില്ലായിരുന്നു. 1000 ரூபீஸ்க்கு 40 ரூபீஸ் எக்ஸ்ட்ரா நம்ம பே பண்ணோம். நம்ம கிட்ட கேஷ் இல்லாம அவங்க ஹாட்ஸ்பாட் யூஸ் பண்ணி பே பண்ணோம் அப்படின்னா அதெல்லாம் ரொம்ப ஓவர். അപ്പൊ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾ ക്യാഷ് എടുത്തിട്ട് വരണം. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും
റേഞ്ചും ഇല്ല. പിന്നെ എന്താ പറയുക, കുറെ സ്ഥലങ്ങളിലൊന്നും UPI അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മിനി ATM പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ തരും അവര്, പക്ഷെ 40 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ വൈഫൈ ഒക്കെ തരും. അവർക്ക് വൈഫൈ തരും. ആ വൈഫൈ വെച്ചിട്ട് നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. 1000 രൂപയ്ക്ക് 40 രൂപ എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കണം. പക്ഷെ ആക്ച്വലി ഇവിടെ ATM ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ATM ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് തന്നെ തൊട്ട് പുറത്ത് ഹിറ്റാച്ചിയുടെ ഒരു ATM ഉണ്ട്. അവിടെ അത് വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇവിടെ അങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്, മാക്സിമം അതിൽ പെടാതിരിക്കാൻ നോക്കുക. ഇതാണ് എള്ള്. നമ്മൾ അവിടുന്ന് കുളിച്ചു കയറുമ്പോ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ്. ഫുള്ള് ഇവിടെ എള്ളിന്റെ കൃഷിയാണ്. ഈ സാധനം കണ്ട എള്ള്, നമ്മൾ ഇതിനെ ഇങ്ങനെ പരിപ്പ് ഉണ്ടാവും. ഇത് കാണണ്ട, ഇങ്ങനെ പരിപ്പ് ഉണ്ടാവും. ഈ പരിപ്പ് ഇവിടെ പൊളിച്ചുണ്ടാവും ഇതിനുള്ളിൽ. ഇപ്പൊ ഇത് വെള്ള കളറാണ്, മൂത്തിട്ടില്ല. ഇത് കൊയ്യും, എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഇത് കറുത്ത കളറാവും. അപ്പൊ എന്നിട്ട് ഇത് കുത്തിയെടുത്തിട്ടാണ് നമുക്ക് എള്ളുണ്ടാവുന്നത്. ഓ നല്ല കാറ്റൊക്കെ വെച്ച് നല്ല മേഘങ്ങളുണ്ട് കേട്ടോ. ഓ അപ്പൊ എങ്ങനെയായിരുന്നു നോക്കണെങ്കില്? പക്ഷെ ഈ സ്പോട്ട് അടിപൊളിയാണ്. ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള സ്പോട്ടാണ്. ഇത് നമ്മുടെ ഹൊഗനക്കില് എത്തുന്നതിന് ഒരു 3-4 കിലോമീറ്റർ മുന്നേ നമുക്ക് ഇങ്ങനെ റിവറിൽ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? മറന്നോ? അത് ഞങ്ങൾ അടുത്ത ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞങ്ങൾ പറയാം. പക്ഷെ അതായത് അടിപൊളി സ്ഥലമാണ്. അതേപോലെ തന്നെ സൺസെറ്റ് ഒക്കെ കണ്ട് ഒന്ന് വെള്ളത്തിലേക്ക് മുങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ അടിപൊളിയാ. പീസ്. പക്ഷെ ആക്ച്വലി എന്താ ശരിക്കും പറഞ്ഞാല് ഹൊഗനക്കില് വാട്ടർഫോൾസ് കാണാന്ന് പറയുന്നത് കുറച്ചധികം പണിയുള്ള പരിപാടിയാണ്. കാരണം അവര് ആ കൊറാക്കൽ റൈഡിന് ചാർജ് ചെയ്യുന്നത് 1500 പെർ ബോട്ട്. അതിൽ 4 ആൾക്കേ പോകാൻ പറ്റുള്ളൂ. പ്ലസ് അതിൽ മെയിൻ സ്പോട്ട് അവർ കാണിക്കില്ല. പിന്നുള്ളത് മെയിൻ സ്പോട്ടിൽ എന്നുള്ളത് കർണാടകയുടെ സൈഡാണ്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2000 അല്ല എക്സ്ട്രാ 1000 സംതിങ് എന്താ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 3000 ഒക്കെ നമുക്ക് ഒരു റേറ്റ് പറയുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര കൂടുതലാണ്. പ്ലീസ്. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. പക്ഷെ ഇവിടെ വന്ന് കുളിച്ചപ്പോ എല്ലാം ഓക്കെ. ഞങ്ങളൊക്കെ നല്ല ടയേർഡായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതാണ്. ഇനിയിപ്പോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെങ്കിലും വരണം തോന്നിയാലും ഇറ്റ്സ് ജസ്റ്റ് 120 കിലോമീറ്റേഴ്സ് അവേ. അപ്പൊ അവിടെ നിന്ന് ഒരു ഉച്ചക്കൊക്കെ വന്നു വെച്ചാൽ വരുന്നു, ഇവിടെ സൺസെറ്റിൽ നമ്മള് റിവറിൽ റിലാക്സ് ചെയ്യുന്നു, ഒന്ന് കുളിക്കുന്നു, പോന്നു. ഈ ഫിഷ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ നല്ല ഡാം ഫിഷ് അല്ല പുഴ ഫിഷ് കിട്ടും. അല്ല അത് രാവിലെ ആണെങ്കിൽ മാത്രമാണ് പുഴ ഫിഷ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നേരത്തെ ഫിഷ് വേണമെങ്കിൽ നേരത്തെ പറയണം. അങ്ങനെ ഫിഷ് ഒക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പൊ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ അടുത്തൊരു ടെന്റ് ഉണ്ട്, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വാങ്ങിച്ചതാണ്. ദാറ്റ്സ് വെരി യൂസ്ഫുൾ ഇങ്ങനത്തെ കേസസില്. അപ്പൊ ഡ്രസ് ചേഞ്ച് അപ്പൊ അത് ചേഞ്ച് പண்றப்ப என்னன்னா டென்ட்டோட பறந்திருப்பாங்க. റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് ആരും കുളിക്കാൻ ഇറങ്ങരുത്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഒരു ചെറിയ ഗ്രാമം പോലെ കുറച്ച് വീടുകളുള്ള സ്ഥലം കാണും. അപ്പൊ അവിടുന്ന് ഉള്ളിലേക്ക് വന്നു വെച്ചാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. അതായത് ഈ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് കുളിച്ച് അലക്കിയൊക്കെ പോകുന്ന സ്ഥലമാണ്. വെള്ളം കുറവൊക്കെ ആവുമ്പോ ഒഴുക്കില്ലാത്ത സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ വെള്ളം കുറവാ. ഇത്ര കാലുമുട്ടിന്റെ അതുവരെയൊക്കെ വെള്ളമുള്ളൂ. ഇവിടെ ചുറ്റും മലയാണ്. അപ്പൊ പിന്നെ സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല രസം. ഇവിടെ മൊത്തം സൺസെറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. വന്ന് കുളിക്കാനും ഓൾമോസ്റ്റ് സേഫ് ഒക്കെയാണ്. പിന്നെ നീന്താൻ അറിയില്ല, മുട്ടോളൊക്കെ വെള്ളമേ ഉള്ളൂ. പിന്നെ പാറയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊന്ന് സേഫ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും അല്ലേ. ഹൊഗനക്കലിന് പോവാണ്. പോകുന്ന വഴിക്ക് ഇനി ഭക്ഷണം കഴിക്കണം, നേരെ ബാംഗ്ലൂർക്ക് പോകണം. കഴിഞ്ഞു. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നോക്ക് ഗൈസ്, ആകെ 7 മണി ആയിട്ടുള്ളൂ. 7 മണി ആവുന്നില്ല, 6:30 ആയിട്ടുള്ളൂ. നമ്മളൊന്ന് കുളിച്ച് കേറുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടായി. കാട്ടിൽ പെട്ടെന്ന് നിർത്താവും. ആനയൊക്കെ ഉണ്ടാവും പോന്നാക്കി. ആക്ച്വലി വീഡിയോ കാണാൻ നല്ല കുറച്ച് സ്കേറി ആയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ഡേ സ്റ്റാർട്ടഡ് വിത്ത് നോട്ട് സോ ഗുഡ് ഡേ, ബട്ട് വി എൻഡഡ് ഓൺ എ ഗുഡ് നോട്ട്.